പുഷ്പ 2 പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നുണ്ടല്ലോ, പിടിച്ചു വെച്ചേക്കണ മാസും ഒരു കൊല മാസ സാധനം. സത്യം പറഞ്ഞ കൊല മാസമായിരുന്നു ഫസ്റ്റ് ഹാഫ്, ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലെ പുഷ്പയുടെ ഫസ്റ്റ് പാർട്ടിലുള്ളതിനൊക്കെ കൂടുതൽ നമുക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന സീനുകളും മാസ് എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നു. നമ്മുടെ ഫഹദ് ഫാസിൽ അഴിഞ്ഞാടിയിട്ടുണ്ടായിരുന്നു. മാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, മച്ചൻ അപാരമായിരുന്നു പടത്തിൽ, അപാരം. ഫഹദും അല്ലു അർജുനും കൂടെ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ഹാഫിൽ എന്താ പറയണ്ട, കൊടുക്കുക വാങ്ങുന്ന സംഭവം ഉണ്ടല്ലോ. ഫഹദ് ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് സെക്കൻഡ് പാർട്ടിൽ കുറച്ചുകൂടെ ഒരു സൈക്കോ ടൈപ്പാണ്. നമ്മുടെ ആവേശത്തുള്ള ഒരു ഫഹദ് ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിലായിരുന്നു ഫഹദിന്റെ റോള്. അല്ലു അർജുൻ ആണെങ്കിലും കിഡിലാനായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഒന്നും പറയാനില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും സത്യം പറയില്ല, ഇങ്ങനെയൊക്കെ ഒരു പടത്തിനെ നശിപ്പിക്കാൻ പറ്റുമോ? തിരക്കഥ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ പുഷ്പ ഫസ്റ്റ് എവിടെയാണ് നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങി പുഷ്പ വേറെ ലെവലിലായി. അതും മാസ് എലമെന്റ്സ് ഒക്കെ കൂട്ടിക്കലർത്തി അവനും നമ്മുടെ പോലീസുകാരനായിട്ടുള്ള ഫഹദുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണിച്ച് ഒരു ഇന്റർവെല്ലൊക്കെ വേറെ ലെവലിൽ കൂടി അവസാനിപ്പിച്ചാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഫഹദും അല്ലു അർജുനും തമ്മിലുള്ള ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതങ്ങോട്ട് ഏകദേശം അങ്ങ് അവസാനിപ്പിച്ച്. അത് കഴിഞ്ഞിട്ട് സിനിമ വേറെ തലത്തിലോട്ട് പോയി. അതായത് ഒരിക്കലും ഒരു മനുഷ്യൻ, ഒരു സ്വഭാവത്തുള്ള മനുഷ്യൻ ചിന്തിക്കാത്തൊരു തിരക്കഥയിലോട്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ സ്പോയിലറായി പോകും. ഈ സിനിമയ്ക്ക് സ്പോയിലർ പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ പോയി കാണട്ടെ, അനുഭവിക്കട്ടെ, അല്ലാണ്ടൊന്നും പറയാനില്ല. ദുരന്തം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അമ്മാതിരി ദുരന്തമായി കളഞ്ഞ സെക്കൻഡ് ഹാഫ്. വേറെ ഒന്നും വേണ്ട, ഫഹദും അല്ലു അർജുനും കൂടെ ഉള്ള സംഭവം തന്നെ കാണിച്ചാൽ മതി. അവർ തമ്മിലുള്ള അടിയിടിയും കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പോയത്. അത് അവിടെ വരെ എത്തിക്കാണ്ട് ഫഹദിന്റെ പരിപാടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്റർവെൽ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫഹദും അല്ലു അർജുനും തമ്മിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് വേറൊരു സംഭവം. അയ്യോ, എങ്ങനെ പറയും, ഒരു ദുരന്തം എന്നൊക്കെ പറഞ്ഞല്ലോ, അമ്മാതിരി ദുരന്തമായി കളഞ്ഞ് വേറെ ലെവലാക്കാവുന്ന സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് ഉണ്ടല്ലോ, ഫസ്റ്റ് ഹാഫ് കണ്ടതിൻ്റെ രോമാഞ്ചം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. നിങ്ങൾ സിനിമ കാണണ്ടേ, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോരും. അമ്മാതിരി ഫസ്റ്റ് ഹാഫാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പൊന്നളിയ ദുരന്തം എന്നൊക്കെ പറഞ്ഞാണല്ലോ, ഒരു ഫൈറ്റ് ഉണ്ട്, അല്ലു അർജുൻ്റെ കൈയും കാലും കെട്ടിയിട്ടേക്കുവാണ്, എന്നിട്ട് പുള്ളി കടിച്ച് പേപ്പട്ടി കടിക്കുന്ന ആൾക്കാരെ കടിച്ച് എറിയുന്ന പരിപാടി. എൻ്റെ പൊന്നെ, എന്ത് ദുരന്ത ഫൈറ്റാണെന്നറിയാതെ. ഫസ്റ്റ് പടത്തിലുണ്ട് ഇതേപോലെ കൈയും കാലും കെട്ടിയിട്ട് പുള്ളി ഇടിക്കുന്ന ഒരു ഇടിയുണ്ട്, അത് അപാരമായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ വേറെ ലെവല് ദുരന്തം എന്നൊക്കെ ഒരു അമ്മാതിരി ദുരന്തം, ഒരു ഫൈറ്റൊക്കെ വെച്ച്. പിന്നെ പാസം, നമ്മുടെ സൂര്യാണ്ണൻ്റെ പടത്തിൽ നിന്ന് ഇതിലോട്ട് പാസം കയറി പിടിച്ചിട്ടുണ്ട്. അതുമല്ല മച്ചാൻ്റെ വിലാസം തിരിച്ചു കിട്ടണമല്ലോ. പുഷ്പരാജ് പൈസ ഉണ്ടാക്കി, പുഷ്പരാജ് പല വേറെ ലെവലിലോട്ടായെങ്കിലും പുഷ്പരാജ് ഇല്ലാത്തൊരു സംഭവമാണ് പുഷ്പരാജിൻ്റെ അഡ്രസ്സ്. ആ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയാണ് പുഷ്പരാജ് നടക്കുന്നത്. ഇത്രയും ആൾക്കാർ ഹൈപ്പോട് കൂടി ഇരുന്നിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമയായിട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ തിരക്കഥ ഉണ്ടാക്കി വെച്ചേക്കണത്. ദുരന്തം, ഭൂലോക ദുരന്തം. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലോട്ട് പോരാവോ, നിങ്ങൾക്ക് ഫസ്റ്റ് പുഷ്പ ഉണ്ടല്ലോ അതിനേക്കാളും ഇഷ്ടപ്പെടും. അമ്മാതിരി ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് റോക്കി ബായ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒരു കട്ട സീരിയൽ, അതായത് ഒരു ലോക്കൽ സീരിയൽ, അത്രേ ഉള്ളൂ പടം. പെർഫോമൻസ് പറയുമ്പോൾ അല്ലു അർജുൻ ഫസ്റ്റ് ഹാഫിൽ ഒരു രക്ഷയില്ലായിരുന്നു. കിടിലൻ എന്ന് പറഞ്ഞാൽ പോരാ, കിക്കിടിലനായിരുന്നു. അതുപോലെ ഫഹദ് ഫാസിൽ, അയ്യോ മച്ചാൻ്റെ കാര്യം ഒന്നും പറയണ്ട, അപാരം. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ദുരന്തം, പടം മൊത്തത്തിൽ ദുരന്തം.